കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് ഇപ്പോൾ കാലിക്കറ്റാണ്. ഉം. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് ഗ്രോ ചെയ്യുന്നതിൽ ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ടില്ലാണ്ട് ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു വിൽ പവർ കൊണ്ട് ഗ്രോ ചെയ്തതാണ് കാലിക്കറ്റ് എന്നുള്ളൊരു ഡിസ്കഷൻ പോയിന്റ് ഇങ്ങനെ എയർലൻഡിൽ. കാലിക്കറ്റിൽ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട്. കാലിക്കറ്റ് ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കാലിക്കറ്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാലിക്കറ്റിന്റെ ഗ്രോത്തിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിലെ ആൾക്കാരാണ്. അതായത് പുതിയൊരു കോൺസെപ്റ്റ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ് കോഴിക്കോട്ടുകാർ എന്ന് പറയുന്നത്. സാധാരണ എന്തെങ്കിലും ഒരു പുതിയ സംഗതി വരുമ്പോൾ അതിന് റിജക്ഷൻ മെന്റാലിറ്റിയിൽ കാണുന്നതിന് പകരം പുതിയ എന്ത് ഒരു സംഗതി വന്നാലും അത് എന്നാൽ അതൊന്ന് പോയി വെക്കാലോ, അതൊന്ന് കാണാലോ, അതെങ്ങനെ ഉണ്ട് നോക്കാലോ, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പുതിയ സാധനങ്ങൾ വന്നാലും ആദ്യം തന്നെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. അത് ശരിക്കും ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് വരാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ, പുതിയ സംഗതി കൊണ്ടുവന്നാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ദുബായിയൊക്കെ അങ്ങനെയാണല്ലോ. ദുബായിൽ എന്ത് പുതിയ കൊണ്ടുവരികയാണെങ്കിലും ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണ പോലെ തന്നെ കോഴിക്കോടത്തെ ആൾക്കാരും ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാകുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടി ധൈര്യം ആയിരിക്കും എന്ത് പൈസ ഇൻവെസ്റ്റ് ആക്കാൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ ശരിക്കും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടാവും.